എം ടി കഥാവശേഷനാകുമ്പോൾ എം ടിയുടെ എഴുത്ത് ബാക്കിയാവുന്നു. എം ടിക്ക് അപ്പുറത്ത് എം ടിയുടെ വാക്കുകൾ എക്കാലത്തേക്കും മുഴങ്ങുന്ന വാക്കുകളായി മാറുന്നു. ഞാൻ എം ടിയുടെ ഒരു വായനക്കാരിയിലേക്ക് പോവാണ്. കോഴിക്കോട് മേയർ ടീച്ചറെ പറയാനുള്ള എല്ലാം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയാവുന്ന എം ടി എക്കാലവും ബാക്കിയായിരിക്കും. മലയാള ഭാഷ ഉള്ളിടത്തോളം, മലയാള സാഹിത്യം ഉള്ളിടത്തോളം, മലയാള സിനിമകൾ ഉള്ളിടത്തോളം എം ടി ഉണ്ടാവും. എം ടി സജീവമായിരിക്കും. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം മേയറും ഒരു പൗരനുമായിട്ടുള്ളൊരു ബന്ധം കൂടിയുണ്ട്. തീർച്ചയായിട്ടും മേയറാവുന്നതിന് മുൻപേ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരെയും പോലെ, അല്ലെങ്കിൽ വായിക്കുന്ന എല്ലാവരെയും പോലെ ഞാനും അദ്ദേഹത്തിൻ്റെ ആരാധികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പഠിപ്പിച്ച കുറേയേറെ കാര്യങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ എക്കാലം ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട് എന്നേ പറയാൻ. ടീച്ചർ എന്താ കുട്ടികളെ പഠിപ്പിച്ച എം ടിയെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, എം ടിയെക്കുറിച്ച് സത്യത്തിൽ ഒരു കഥയൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്നാലും മലയാള സാഹിത്യമൊക്കെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ഏതെങ്കിലും ആനുകാലികങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും അവരോട്, മനസ്സിലുള്ള വിശ്വാസത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന എഴുത്തുകാർ. അപ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് രണ്ടാമൂഴവും, മറ്റൊന്ന് വടക്കൻ വീരഗാഥ എന്ന സിനിമയും. ഞാൻ പറയും അത് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസങ്ങൾ രൂപപ്പെട്ടു വരുന്നത്, അവ എങ്ങനെയാണ് പിന്നീട് കാലാന്തരത്തിൽ അത് മാറി മറിഞ്ഞു പോകുന്നത് എന്നതിനൊക്കെ ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഒരു സിനിമയും ഒരു പുസ്തകവും എം ടിയുടേതായിരുന്നു. തീർച്ചയായും എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ ഓരോരുത്തരെയും തൊടുന്നത് ഇങ്ങനെ പല പല വിധങ്ങളിലാണ്. തീർച്ചയായും ആ അർത്ഥത്തിൽ എം ടി കൂടുതൽ തിളക്കം കൈവരിക്കുകയുമാണ്.